स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। प्रभु हमारा कितना महा, देखो हमसे करता है प्यार। हालेलुया 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 हालेलुया। स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। प्रभु हमारा कितना महा, देखो हमसे करता है प्यार। हालेलुया 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 ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനം വായിച്ച് ദൈവവചനം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി യെശയ്യാ പ്രവചനം 58:13 വായിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യെശയ്യാ 58:13 യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോകുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിൻ്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോവിൻ്റെ അവകാശം കൊണ്ടും നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവൻ്റെ നാമത്തെ ഉയർത്തുകയും സഭാമന്തിയെ തന്നെ നമ്മുടെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യേണ്ടത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനാണ് നമുക്ക് സഭായോഗങ്ങളും കൂട്ടായ്മകളും ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ കൂട്ടമായി ആരാധിക്കേണ്ട ദിവസമാണ് വിശുദ്ധ ദിവസമെന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവം അതിനായി വേർതിരിച്ച് നമുക്ക് തന്നിരിക്കുന്നു. ഈ ദിവസം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ മഹത്വം വിശ്വാസികളായ നാം നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മളെ ദൈവം ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്നു. നമ്മളെ അവൻ സൂക്ഷിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ സൂക്ഷിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. അവൻ്റെ കണ്ണ് ഒന്ന് തെറ്റിയാൽ മതി, നമുക്ക് എന്തെല്ലാം അപകടങ്ങൾ നേരിടേണ്ടി വരും. അതിനൊന്നും ഇടയാകാതെ സ്വന്തം മക്കളെ പോലെ വാത്സല്യത്തോടെ നമ്മളെ കരുതി അവൻ പോറ്റി പുലർത്തുകയാണ്. ആ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ഈ വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കുക. അതിനായാണ് ഈ ദിവസം നമുക്ക് വേണ്ടി വേർതിരിച്ച് വയ്ക്കുന്നത്. അന്ന് നമ്മുടെ കാര്യാദികൾക്ക് പോവുകയും വ്യർത്ഥ സംസാരത്തിൽ സമയം പോക്കുകയും ചെയ്താൽ നമ്മുടെ ദൈവത്തെ അവമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ ഗൗരവം കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിലും ചിലപ്പോൾ ഗൗരവം കാണിക്കാതെ വരും. അതിൽ കൂടെ നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്ന നാശങ്ങളുടെ ദോഷങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഉൽപ്പത്തി 2:13 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. ഞാൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായത് കൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് അവിടെ വായിക്കുന്നു. ഈ 7-ാം ദിവസം ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അവൻ്റെ സൃഷ്ടികൾക്ക് ദൈവത്തെ ആരാധിക്കാനും നന്ദി പറയാനുള്ള ദിവസമാക്കി മാറ്റി. ഈ 7-ാം ദിവസം നമ്മളെ ശുദ്ധീകരിക്കാനും അനുഗ്രഹിക്കാനുള്ള ദിവസമാക്കി ദൈവം മാറ്റിവെച്ചു. ഈ ദിവസത്തെ നമ്മൾ ഒഴിവാക്കി മറ്റ് ലോകകാര്യങ്ങൾക്ക് പോയാൽ നമുക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. നമ്മുടെ ദൈവത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കാനുള്ളതാണ്. ഈ ദിവസം ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒരു ദിവസവും കിട്ടുകയില്ല. ഈ ദിവസം നമ്മുടെ ദൈവത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കുക എന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയേറിയതാണ്. ഇത് പാഴാക്കി കളയരുത്. ദൈവം ഈ ദിവസമായിരിക്കാം നമ്മൾക്ക് അനുഗ്രഹവും വിടുതലുകളും തരാൻ വെച്ചിരിക്കുന്ന ദിവസം.
നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾക്ക് മറുപടി തരുന്ന ദിവസം ഇതായിരിക്കാം. ഇത് നമ്മൾ ഉഴപ്പിക്കളഞ്ഞാൽ എന്നും നമ്മൾക്ക് അത് ഓർത്ത് കരയേണ്ടതായി വരും. അതുകൊണ്ട് ഇത് നിസ്സാരമാക്കാതെ ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവം ആക്കിയിരിക്കുന്ന സഭയിൽ എല്ലാവരും കൂടി സഭായോഗങ്ങളെ ഉപേക്ഷ വിചാരിക്കാതെ അലസരായി തീരാതെ എന്തു വന്നാലും ഞാൻ ദൈവത്തെ പോയി ആരാധിക്കും എന്ന് ഉറപ്പ് വരുത്തുക. അന്നത്തെ ദിവസം കല്യാണങ്ങൾക്കായും വിരുന്നിനും ഉല്ലാസയാത്രയ്ക്കും വിരുന്നുകാരെ വീട്ടിൽ അന്ന് വിളിക്കാതിരിക്കുകയാണ് നല്ലത്. അവരെ സൽക്കരിക്കാനും ഒന്നും പോകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, ധാന്യവും വീഞ്ഞും ഉണ്ടായതിലും അധികം സന്തോഷം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇത് ലോകം തരുന്നൊരു സന്തോഷമല്ല, ലോകത്തിൽ കിട്ടുന്ന നന്മകളെ ഓർത്തിട്ട് കിട്ടുന്ന സന്തോഷമല്ല, പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന സന്തോഷവുമല്ല. ഇത് നമ്മൾക്ക് സ്വർഗം തരുന്ന സന്തോഷമാണ്, നമ്മുടെ ആത്മാവിന് കിട്ടുന്ന സന്തോഷമാണ്. 27-ാം സങ്കീർത്തനത്തിലെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദാവീദ് എത്ര ഭാഗ്യ പദവിയാണ് ഇതിൽ കൂടി കാണുന്നത്. ദാവീദ് ശക്തനും ധനവാനും യുദ്ധവീരനും ഒക്കെ ആയിരുന്നിട്ടും അവൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇതായിരുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ ആലയത്തിൽ ധ്യാനിപ്പാൻ അവൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യമുള്ളൂ. ഒരു ഭക്തൻ്റെ ആഗ്രഹം ഇങ്ങനെ തന്നെ ആയിരിക്കണം. സങ്കീർത്തനം 33:1 നമ്മൾ വായിക്കുമ്പോൾ, നീതിമാന്മാർ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നമ്മുടെ സന്തോഷം ഉല്ലാസം യഹോവയായ ദൈവത്തിൽ തന്നെയാകട്ടെ. കാരണം അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നമുക്ക് ശരിയായ സന്തോഷം തരാൻ പറ്റുകയുള്ളൂ. സങ്കീർത്തനം 36:8 നമ്മൾ വായിക്കുമ്പോൾ, നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിൻ്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു. ആലയത്തിലാണ് നമുക്ക് പുഷ്ടി ലഭിക്കുന്നത്, അവിടെ കിട്ടുന്ന പുഷ്ടിയിലാണ് തൃപ്തി ലഭിക്കുന്നത്. നദി പോലെ ആനന്ദം നമ്മളെ കുടിപ്പിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. നമ്മളൊരു ആലയത്തിലെ പുഷ്ടി അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അത് പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് അവൻ്റെ മക്കൾക്ക് വേണ്ടി നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൽ കൂടുതൽ വലിയ നഷ്ടം മറ്റൊന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മെ, അവൻ്റെ പ്രിയ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പല പദ്ധതികളും ഇതിൽ കൂടെ നിവൃത്തീകരിക്കും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊക്കെ സഫലമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനം 100:1 വായിക്കുമ്പോൾ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഇതിനായി നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. അവനെ സ്തുതിപ്പാനും ആരാധിപ്പാനും സേവിപ്പാനും നമുക്ക് ഓരോ ദിവസവും കഴിയട്ടെ. ദൈവിക അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അതിനായി നമ്മളെ ദൈവത്തിൽ സമർപ്പിക്കാൻ ദൈവവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.